വിപുലമായ സമ്മേളനം നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ വരുവാന്, കുവൈറ്റിൽ ആദ്യമായി വരുവാന്, മിഡിൽ ഈസ്റ്റിൽ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ പോകുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുവൈറ്റിലേക്ക് ആദ്യമായി വരുവാന് ഈ വേദി ഒരുക്കി തന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പേര് ഇബ്രഹാം രാജു ഓരിൽ. നാട്ടിലെ തെങ്ങേലി ഇടവക, കല്ലിശ്ശേരിക്ക് അടുത്ത്, തിരുവല്ല കല്ലിശ്ശേരിക്ക് അടുത്ത് തെങ്ങേലി എന്ന് പറഞ്ഞൊരു കൊച്ചു ഇടവകയുണ്ട്. ഞങ്ങൾ ഏകദേശം 14 വീട്ടുകാർ മാത്രമുള്ള ഒരു കൊച്ചു ഇടവകയിൽ പെട്ട ഒരു മെമ്പറാണ് ഞാൻ. അബുദാബിയിലെ ഏകദേശം 32 വർഷമായിട്ട് ജോലിയെടുക്കുന്നു. എൻ്റെ പേര് ലീലാമ്മ രാജു എന്നാണ്. പിന്നെ എൻ്റെ വീട് തിരുവനന്തപുരമാണ്. തുണ്ടിയിലാണ് എൻ്റെ വീട്ടുപേര്. ഞാൻ തിരുവനന്തപുരം പള്ളി ഇടവകയാണ്. എൻ്റെ പേര് ജോപ്പൻ ഫിലിപ്പ് മണ്ണാട്ടുപറമ്പിൽ, കല്ലറ, പഴയ പള്ളി ഇടവകയാണ്. ദുബായിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ദുബായിലാണ്. ഭാര്യയും 3 കുട്ടികളും. എന്റെ പേര് ജെയിംസ് എന്നാണ്. ജെയിംസ് ചെറുശ്ശേരിൽ, കുമരകം വള്ളാറപ്പള്ളി ഇടവക. 1990 മുതൽ ജ്ഞാനായ അസോസിയേഷനുമായിട്ട് അബുദാബി മുതൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ KCCMEയുടെ ട്രഷററാണ്. എന്റെ വൈഫ് പുന്നത്ര പോളയ്ക്കൽ ജെസ്സി. ഞങ്ങൾക്ക് 2 കുട്ടികൾ. എന്റെ പേര് ജോസ് കുര്യൻ. വീട്ടുപേര് ഇഞ്ചനാട്ടിൽ, കരിങ്കുന്നത്താണ് വീട്. എന്റെ വൈഫിന്റെ പേര് ദീപ, ഒഴുവൂര് 10 പറയൽ കുടുംബാംഗം. 2 കുട്ടികൾ. എന്റെ പേര് ഒഫീഷ്യൽ നെയിം ജോസഫ് തോമസ് ആണ്. മടത്തിൽ കളത്തിൽ എന്ന് പറയും, ചിങ്ങവനത്താണ് വീട്. ബേസിക്കലി വെളിനാട്ട് പള്ളി ഇടവക്കാരനാണ്. അവിടെ നാരകത്ര എന്ന് പറയുന്ന സ്ഥലത്ത് മടത്തിക്കളത്തിലെയാണ് ഞാൻ. അവിടുന്ന് ഞങ്ങൾ കുടിയേറി പാർത്ത, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ചിങ്ങവനം വരെ കുടിയേറിയതാണ്. ഇപ്പോൾ ഒരു കുടിയേറ്റം കൊണ്ട് നടത്തി സൗദി അറേബ്യ വരെ എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രൊവിൻസിന്റെ റെപ്രസെന്റേറ്റീവാണ്. KCCMEയുടെ റെപ്രസെന്റേറ്റീവായിട്ട് നിൽക്കുന്നു. എനിക്ക് ഭാര്യ ഞീഴൂര് ചെമ്പലക്കുഴിയിലാണ്. 3 പിള്ളേരുണ്ട്. എൻ്റെ പേര് ഷിബു പുന്നൂസ് എന്നാണ്. ഞാൻ കല്ലിശ്ശേരി തിരുവമ്മണ്ടൂർ ഇടവകമാണ്. വെള്ളവന്താനത്ത് നിന്നാണ് വീട്ടുപേര്. ഞാൻ ഒമാനെ റെപ്രസെന്റ് ചെയ്തിട്ട് ആണ് ഇവിടെ വന്ന. KCCയുടെ ഒമാന്റെ പ്രസിഡന്റാണ്. എൻ്റെ വൈഫ് സോനി, റാന്നി കത്തോലിക്കപ്പള്ളി ഇടവാങ്ങാണ്. 3 മക്കളാണ്. എന്റെ പേര് ജോഷി, വീട്ടുപേര് തെക്കുംമറ്റത്തിൽ. ഞാൻ ദുബായ് ജ്ഞാന കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ജോഷി. എന്റെ സഹധർമ്മിണി, അവൾ പയ്യാവൂർ ഇടവക കുന്നാമ്പടവിൽ സ്റ്റീഫന്റെ മകൾ ഷിബി. എന്റെ പേര് ജോർജ് തോമസ്. ഞാൻ ഷാർജ യൂണിറ്റിന്റെ പ്രസിഡന്റാണ്. എന്റെ വീട് നീണ്ടൂർ ഇടവകയിലാണ്. എന്റെ ഭാര്യ വന്നിട്ടില്ല. ഞാൻ കുടുംബമായിട്ട് ഷാർജയിൽ താമസിക്കുന്നു. ഭാര്യയുടെ വീട് കൂടല്ലൂരാണ്, തോട്ടത്തിൽ വീട്ടുപേര്. എനിക്ക് 3 ആമ്പിള്ളേരുണ്ട്. എന്റെ പേര് ജോമി മാത്യൂസ്. മോനിപ്പള്ളി ഇടവക ശൗര്യാമംഗൽ കുടുംബാംഗമാണ്. റിയാദിലെ KCCMEയുടെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. എന്റെ ജീവിത പങ്കാളി മറ്റക്കര മണ്ണൂർ പള്ളി ഇളപ്പാനിക്കൽ കുടുംബാംഗമായ മേരി. 2 മക്കള്. എന്റെ പേര് ടൂജി, വീട് കടുത്തുരുത്തിയിലാണ്. ഞാൻ KCVയിലെ ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ കോട്ടയം മതിലൂർ വൈസ് പ്രസിഡന്റാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ക്ലർക്കായിട്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യുകയാണ്. കല്യാണം കഴിക്കാത്തതിനാൽ ഭാര്യയും മക്കളെയും പരിചയപ്പെടുത്തുന്നില്ല. എന്റെ പേര് സൈമൺ, വീട്ടുപേര് ആറുപറയിൽ, പേരൂർ ഇടവകയാണ്. ഞാൻ ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ രൂപത ട്രഷററായി 1992-94 കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം അതിരൂപതയുടെ പാസ്റ്റർ കൌൺസിൽ അംഗമാണ്. കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്. ഭാര്യയുടെ പേര് റെജി. ഏതാണ്ട് മിഡിൽ ഈസ്റ്റിലെ 6 രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സും കുവൈറ്റിലെ ജ്ഞാനായ മക്കളും ഒന്നിച്ചണിനിരക്കുന്ന ഈ വേദിയിൽ ഇതിനെ ആശീർവദിക്കാനും ഇതിന്റെ മുഖ്യാതിഥിയായി എത്തുവാനും സംബന്ധിച്ച മാർ മാത്യു മൂലക്കാടിന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും
ഇന്നത്തെ ഈ സായം സന്ധ്യ വളരെ ഒരു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തനിമയിൽ പുലരുന്ന പ്രവാസ ജീവിതം എന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ക്നാനായക്കാർ ആരായിരുന്നു എന്നും അവർ എങ്ങനെ എന്തിനുവേണ്ടി കേരളത്തിൽ വന്നുവെന്നും പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. ക്നാനായ എന്ന വാക്ക് ഹീബ്രു ഭാഷയിൽ ജലസ് വൺസ് ഫോർ ഗോഡ് അഥവാ ദൈവത്തിനു വേണ്ടി അസൂയപ്പെടുന്നവർ എന്നാണ്. ഇസ്രായേലിന്റെ കിഴക്കൻ പ്രവിശ്യകളിൽ താമസിച്ചിരുന്ന യഹൂദരാണ് ഇവർ. ഇസ്രായേലിന്റെ റോമൻ ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുകയും AD 33 പ്രതിഷേധം ശക്തിപ്പെടുത്തുകയും AD 70 അവിടുന്ന് പലായനം ചെയ്യുകയും ഇറാഖിന്റെയും ടർക്കിയുടെയും വിവിധ പ്രവിശ്യകളിൽ കുടിയേറുകയും ചെയ്തു. AD 345 ഉറഹ അല്ലെങ്കിൽ എഡേസയിൽ ഉണ്ടായിരുന്ന മാർ യൗസേപ്പ് മെത്രാനും ക്നായിത്തൊമനും അവിടുത്തെ ഇടവക വികാരിക്കും ദൈവനിവേശിതമായി ഉണ്ടായ ഒരേ സ്വപ്നത്തിന്റെ ഫലമായി ഇന്ത്യ രാജ്യത്തേക്ക് വരുവാൻ തീരുമാനിച്ചു. അതിന്റെ ഫലമായി 3 കപ്പലുകളിലായി ഏറ്റവും മുമ്പിൽ പോന്ന ബാബിലോണിയ എന്ന കപ്പലിൽ ദാവീദ് രാജാവിന്റെയും റോമാക്കാരുടെയും എഡേസായിൽ ഉണ്ടായിരുന്ന അബ്ഗാർ രാജാവിനെയും കൊടികൾ പാറിപ്പറപ്പിച്ചുകൊണ്ട് ആർഷഭാരതത്തെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. 7 ഇല്ലം 72 കുടുംബം, സ്ത്രീകളും പുരുഷന്മാരും, മാർ യൗസേപ്പ് മെത്രാനും 4 വൈദികരും ഏതാനും ചമാച്ചന്മാരും അടങ്ങുന്ന 420 ആൾക്കാർ അന്തർദേശീയ വാണീശ്വരനായ ക്നായിത്തോമായുടെ നേതൃത്വത്തിൽ ചേരരാജ തലസ്ഥാനമായ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് വന്നിറങ്ങി. കേരള ചരിത്രകാരന്മാർ എല്ലാവരും തന്നെ പ്രസ്തുത സംഭവം പ്രതിപാദ്യ വിഷയമാക്കുന്നുണ്ട്. ചേരരാജ സമ്രാട്ട് ആയിരുന്ന ചേരമാൻ പെരുമാൾ അന്തർദേശീയ വ്യാപാരിയായ ക്നായിത്തോമായെയും കൂട്ടരെയും ഹാർദവുമായി സ്വീകരിച്ചു. അവരുടെ അധിവാസത്തിനായി പട്ടണം പണിയാനും പള്ളി വയ്ക്കാനും പെരുമാൾ അവർക്ക് ഭൂമി ദാനം ചെയ്തു. ചേരകാൻ കീനായി എന്ന സ്ഥാനപ്പേരിൽ ക്നായിത്തോമായിക്ക് ചേരരാജ്യത്തിലെ 72 പദവികൾ നൽകി 17 പരീക്ഷകൾക്ക് മുകളിലുള്ള പ്രഭുസ്ഥാനം നൽകുകയും ചെയ്തുകൊണ്ട് AD 345 കുംഭമാസം 29-ാം തീയതി ശനിയാഴ്ച വിളംബരം ചെയ്തു. ക്നായിത്തോമായുടെ രാജ്യാന്തര വ്യാപാരം വഴി ചേരരാജ്യത്തിന് അത്ഭുതപൂർവമായ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും വിശിഷ്യ കേരളത്തിൽ നിലനിന്നിരുന്ന ക്രിസ്തീയ സഭയ്ക്ക് ഉണർവും ഉത്തേജനവും നൽകി. തെക്കുംഭാഗം വടക്കുംഭാഗം എന്ന 2 സമുദായങ്ങൾ മലങ്കര നസ്രാണികളുടെ ഇടയിൽ രൂപപ്പെട്ടപ്പോൾ ആ തിരിവ് സഭാതലത്തിലും അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ചരിത്രത്തിലെ ഒരു വിസ്മയമായി മാറി കോട്ടയം രൂപത. 1911 ക്നാനായ കത്തോലിക്കർക്ക് വേണ്ടി പരിശുദ്ധ സിംഹാസനം ഒരു പ്രത്യേക മിസം സ്ഥാപിച്ചത് നമ്മൾ ഒരു വ്യത്യസ്ത സമൂഹം ആണെന്നുള്ള അടിസ്ഥാനത്തിലും സഭയുടെ വളർച്ചയ്ക്കും വേണ്ടിയാണ്. അല്ലാതെ 1911 കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചപ്പോൾ പൊട്ടിമുളച്ച ഒന്നല്ല ക്നാനായ സമുദായം. ക്നാനായ കുടിയേറ്റം എന്ന ചരിത്ര സംഭവത്തിന്റെ ജീവിക്കുന്ന ഒരു സ്രോതസ്സാണ് അന്ന് കുടിയേറിയ 400ഓളം ആളുകളുടെ പിൻതലമുറക്കാർ. സ്വവംശ വിവാഹ നിഷ്ഠയിലൂടെ രൂപം നൽകി ബഹുമുഖ തനിമയാർന്ന് ഇന്നും നിലനിൽക്കുന്ന ശക്തമായ ക്നാനായ സമുദായം. ഈ സമുദായത്തിന് തങ്ങളുടെ പൂർവികന്മാർ വിട്ടുപോകുന്ന നാടിനെയും കുടിയേറ്റത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും അവർ ഈ നാട്ടിൽ അധിവസിച്ച സ്ഥലത്തെയും സാംസ്കാരികോദ്ഗ്രഥനം വഴി അവർക്കുണ്ടായ തനിമയെയും രാഷ്ട്രത്തിനും സഭയ്ക്കും അവർ ചെയ്തിട്ടുള്ള സേവനങ്ങളെയും എല്ലാം സംബന്ധിക്കുന്ന വ്യക്തമായ പാരമ്പര്യങ്ങളുണ്ട്. കുടിയേറ്റക്കാർ നാട്ടുക്രിസ്ത്യാനികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടില്ല. 7 ഇല്ലം 72 കുടുംബക്കാർ ആയിരുന്ന അവർ ഒരില്ലത്തുനിന്ന് മറ്റില്ലത്തേക്കെന്നല്ലാതെ 72 കുടുംബങ്ങളിൽപ്പെടുന്ന സമുദായത്തിന് പുറത്തുനിന്ന് വിവാഹം കഴിച്ചിരുന്നില്ല. യഹൂദ വംശജരായ നമ്മുടെ പൂർവികന്മാർ അവർ വിട്ടുപോകുന്ന തെക്കൻ മെസപ്പൊട്ടാമിയയിൽ വെച്ചു തന്നെ സ്വവംശ വിവാഹനിഷ്ഠ പാലിച്ചിരുന്നു. കേരളത്തിൽ കുടിയേറിയതിനു ശേഷവും അവർ ആ നിഷ്ഠ തന്നെ തുടർന്നു. പൂർവികന്മാരിൽ നിന്ന്